ഹായ്. ഹായ് ഹായ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് സ്കൂൾ ലൈഫ് എന്നുള്ള പോഡ്കാസ്റ്റ് നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കാണുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. നല്ല കണ്ടതിലും റെസ്പോൺസ് കൂടുതൽ ഉണ്ടായിരുന്നു നല്ല വീഡിയോയ്ക്ക്. റെസ്പോൺസ് ആയിരുന്നു. അതെ നമ്മള് എന്നാ പറയണ്ടേ, നമ്മള് പറഞ്ഞതും എല്ലാവരും പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പം അതെ നല്ല സാറുമാരാണെങ്കിലും റെസ്പോൺസ്. കണ്ടിട്ട് പോസിറ്റീവ് കണ്ടവരൊക്കെ റെസ്പോൺസ് ആണേലും വന്നിട്ടുണ്ട്. നല്ല പണ്ട് പഠിപ്പിച്ച സാറുമാരിൽ ഒരു സാറ് കണ്ടിട്ട് സാറ് നല്ല റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ട്. അതെ ടീച്ചേഴ്സിന്റെ അവർക്കൊന്ന് റെസ്പോൺസ് വരുന്ന വലിയ ആ, ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് തന്നെ തിരുത്തി പറയാൻ നോക്കും. ആ, ഇപ്പൊ നമ്മളോട് പഠിച്ച ഫ്രണ്ട്സ് ആണെങ്കിലും വന്നിട്ട് ഇതൊക്കെ എവിടെയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു, ആരെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നത്, വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, ഒരു എപ്പിസോഡ് കൂടെ എടുക്കാവോ, ഞാനും ഉണ്ടെന്ന്. എല്ലാവർക്കും ഉണ്ട് ഓരോ കഥ പറയാൻ. അതാണ് ആ, ഇത് പിന്നെ പറഞ്ഞു തുടങ്ങി എല്ലാരെയും അക്കോമഡേറ്റ് ചെയ്ത് പറഞ്ഞു തുടങ്ങി കഴിയുമ്പോണ്ടല്ലോ മറ്റേ ഇത് മെഗാ സീരിയൽ പോലെ ആയി പോവും. ഇത് എല്ലാവർക്കും സ്കൂൾ ഉണ്ടാവും ഒരു സീരീസ് ആണ്. എന്നോട് ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞപ്പം ഇത് സ്കൂളിന് വേണ്ടി മാത്രമുള്ള പോഡ്കാസ്റ്റ്, സ്കൂൾ സീരീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. ആക്ച്വലി ഇത് അങ്ങനല്ല. നമ്മളൊരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് പറഞ്ഞു തുടങ്ങിയതാണ് സ്കൂൾ ലൈഫ്. പിന്നെ പറയാൻ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും പറയാൻ കുറെ കാര്യം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടിയേ കൊള്ളാമെന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു കോമൺ ടോപ്പിക് ആയിരുന്നു സ്കൂൾ. നമുക്ക് ഇന്ന് വേറെ ടോപ്പിക്ക് പറയാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താ ചേച്ചി? ഇപ്പം ട്രെൻഡിങ് ഇന്ന് എന്തെങ്കിലും പറ്റുന്ന ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു അടിപൊളി ടോപ്പിക് ഉണ്ട്, ബിഗ് ബോസ്. ഇത് വർക്കാവുന്ന പോലെ വേറൊരു ടോപ്പിക് ഇപ്പൊ വർക്കാവില്ല എന്നുള്ളത് കൊണ്ട് ബിഗ് ബോസ് പിടിച്ചു. ആക്ച്വലി പഴയ സീസൺ ഒന്നും അത്ര കാര്യമായിട്ട് ഞാൻ കാണില്ലായിരുന്നു. എന്നുവെച്ചാൽ അവിടെ എവിടെയും കാണുന്ന കുറച്ച് ഗ്ലിംസ്, ട്രോളുകള്, അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൃത്യമായി കണ്ട ഒരു സീസൺ ഇതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് കാണാറൊന്നുമില്ലായിരുന്നു, പക്ഷെ മിക്ക സീസണും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വേസ്റ്റ് സീസൺ ബിഗ് ബോസിന്റെ ഇതെന്ന് പറഞ്ഞാല്, ബിഗ് ബോസ് ഞാൻ എല്ലാ സീസണിന്റെ ഒരു ഓഡിയൻസ് അല്ല. പക്ഷെ ബിഗ് ബോസിന്റെ സീസൺ തുടങ്ങുന്ന ടൈമില്, ബിഗ് ബോസ് ഫസ്റ്റ് സീസൺ തൊട്ടാണ് ഈ സീസൺ വരെ, ആ ഒരു ടൈം പീരീഡില് ട്രെൻഡ് ബിഗ് ബോസ് തന്നെയാണ്. അത് ആളുകൾ ഇൻഫ്ലുവൻസ് എല്ലാ രീതിക്കും. ഇപ്പം ഒരു ആഡ് റൺ ചെയ്യണമെങ്കിൽ പോലും കോമ്പറ്റീഷനാണ്. ബിഗ് ബോസിൽ ആഡ് റൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകള്, അതുപോലെ തന്നെ എല്ലാ രീതിക്കും ബിഗ് ബോസ് ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് വരുവാണ്. ഇപ്പം ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും, ഇപ്പം ആളുകളുടെ ഇതാണെങ്കിൽ തന്നെ ബിഗ് ബോസിനനുസരിച്ച് റിയൽ വേൾഡില് അതിനനുസരിച്ച് ഒത്തിരി റീലുകളാണെങ്കിലും അതിനനുസരിച്ച് ഓരോ ക്യാരക്ടർ സ്കെച്ചിങ് ആണെങ്കിലും എല്ലാം വന്നിട്ടുണ്ട്. അത് ആൾക്കാരെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഷോയും കൂടിയാ. കൊറേ ആൾക്കാർ, ഒരു മെജോറിറ്റി ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഷോയും കൂടിയാ. കാരണം ബിഗ് ബോസ് വന്നേ പിന്നെയാണ് ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസിന്റെ ഒക്കെ ഇടയ്ക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ പറ്റില്ല അതുപോലെ ഷോർട്സ് വരുന്ന പേജസ് ഉണ്ട്. ബിഗ് ബോസ് സീസൺ 6 മലയാളം, ബിഗ് ബോസ് പ്ലസ് മലയാളം എന്നൊക്കെ പറഞ്ഞ്. അത് ഇപ്പൊ ജാസ്മിൻ ഫാൻ എന്ന് പറഞ്ഞ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു പേജ്, സിബിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു പേജ്, അങ്ങനെ ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഫാൻ പേജസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് തുടങ്ങാൻ കാത്തിരിക്കുന്ന പിന്നെ റിവ്യൂവേഴ്സ് ഉണ്ട്. റീസെന്റ് ഞാൻ കണ്ടു, റിയാസ് ലാസ്റ്റ് പ്രാവശ്യം തോന്നുന്നു, റിയാസ് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസിനെ പറ്റി സംസാരിക്കാൻ. ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലെ കണ്ടന്റ്, ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ കണ്ടന്റ് എന്നുള്ള രീതിക്ക് പുറത്ത് യൂട്യൂബിലാണെങ്കിലും ആളുകൾ എടുത്തിട്ട കണ്ടന്റ്, അതിന്റെ ട്രോളുകള്, അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഓരോ ആഡ്, അങ്ങനത്തെ കാര്യങ്ങൾ വന്നു. കണ്ടന്റ് സ്പാൻ ഭയങ്കര വലുതാ. ഇന്ന് ഞാൻ ഇന്നത്തെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പേജില് ഓരോ ദിവസം ഉണ്ടാകുന്ന അപ്ഡേറ്റ് അപ്പൊ തന്നെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലൈവില് പൂജ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടു ഇന്ന് ഒരു പേജില്. ഇന്നിപ്പോ ലൈവ് കണ്ടില്ല, അത് കാരണം അറിയില്ല എന്താ സംഭവിച്ചത്. പക്ഷെ അത് കാണാത്തവർക്കും എത്തുന്നുണ്ട് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റ വഴിയൊക്കെ ആയിട്ട്. യൂട്യൂബില് ഞാനിപ്പം റീസെന്റ് ആയിട്ടൊരു പേജ് വിസിറ്റ് ചെയ്തപ്പോ കണ്ടതാണ്. വീഡിയോസ് വരുവാണ് 20 മിനിറ്റ്സ് ബിഫോർ, 12 മിനിറ്റ്സ് ബിഫോർ, 10 മിനിറ്റ്സ് ബിഫോർ എന്ന് പറഞ്ഞിട്ട്
ഓരോ ഒരു കണ്ടന്റ് രീതിയിൽ 2 അല്ലെങ്കിൽ മിനിറ്റ് മറ്റൊരു രീതിയിൽ 3 മിനിറ്റ് വേറൊരാൾക്ക് ഇതൊരു കണ്ടന്റുകൾ ഏണിങ്ങും കൂടെയാണ്. ഇടയ്ക്ക് 1 മണിക്കൂർ. ആ 1 മണിക്കൂറിനിടയ്ക്ക് 20 കണ്ടന്റ് 30 കണ്ടന്റാണ് ആ യൂട്യൂബ് ചാനലിൽ വന്നത്. അതിലും വ്യൂസ് ഉണ്ട്. എല്ലാ അതേന്നു വീഡിയോസിനും അത് വ്യൂസ് ഉണ്ട്. എല്ലാവരും ഈ ഹോട്ട്സ്റ്റാർ എടുത്തു വെച്ചിട്ട് അല്ല അതന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനുള്ള ഇത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോ ഇങ്ങനെ ഹോട്ട്സ്റ്റാറിൽ ഫ്രീ അല്ലേ പഴയ എപ്പിസോഡ്? പഴയത് ലൈവ് ലൈവ് കാണാൻ കാണാൻ പറ്റത്തില്ല. പറ്റില്ല. ലൈവ് അല്ല, ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് നാളെ ഇടുമ്പം ആ അത് കാണാം. ഉച്ചയ്ക്കാണ് പക്ഷെ അന്നേരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കണ്ടന്റ് മിസ്സാവുന്നുണ്ട്. ഇവര് എഡിറ്റഡ് എപ്പിസോഡല്ലേ പുറത്തു വിടുന്നത്, അതല്ലേ ഈ കാണാൻ പറ്റുള്ളൂ. എഡിറ്റഡ് എപ്പിസോഡ് ലൈവ് കാണുമ്പോ എഡിറ്റഡ് എപ്പിസോഡ് തന്നെയല്ലേ ടിവിയിൽ വന്നത്? ആ അതെ അതെ അതെ. പക്ഷെ അതിലും എഡിറ്റ് ചെയ്തിട്ടാ വരുന്നത്. അതായത് എഡിറ്റഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന അതായത് റീസെന്റ് ഇന്നലെ ലാലേട്ടന്റെ സാധനം 2 ദിവസവും ലാലേട്ടന്റെ വീഡിയോ ഞാൻ ലൈവാ കണ്ടത്. പക്ഷെ അത് ടിവിയിൽ എഡിറ്റഡ് ആയിട്ട് വരുമ്പോ അത് പിന്നെ എഡിറ്റ് ചെയ്തിട്ടാ തന്നെ. ആ അത് ലൈവ് അല്ല ശരിക്കും. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ 9 മണി മുതൽ 10:30 വരെ എന്നുള്ള ഒരു എപ്പിസോഡ് വരുന്നത്. പിന്നെ ഈ സാറ്റർഡേ സൺഡേയിലുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നത്. പക്ഷെ ഈ സാധനം കാണിക്കുന്നത് രാത്രി ഈ എന്താ TV വരുന്ന ടൈമിലാണ്. 9 മുതൽ 10 മണി വരെയാണ് ആ എപ്പിസോഡ് കാണിക്കുന്നത്. പക്ഷെ അത് ലൈവായിട്ടാ കാണിക്കുന്നത്. അന്നേരം ഷൂട്ട് ചെയ്ത എന്തൊക്കെയാണോ അത് ഫുള്ള് അങ്ങോട്ട് എയർ ചെയ്യും. അതിനുശേഷം പക്ഷെ ടിവിയിൽ വരുന്നത് എഡിറ്റ് ചെയ്താന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസിന്റെ ലാലേട്ടൻ വന്ന എപ്പിസോഡ്, ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കണ്ടു. ഉച്ചയ്ക്ക് കണ്ടു കഴിഞ്ഞപ്പോ ചേച്ചി ഇന്നിരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണെങ്കിലും അത് എഡിറ്റ് ചെയ്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ വേറൊന്നും കൂടെ ഉണ്ടല്ലോ, ടിവിയിൽ വന്ന ഫുട്ടേജസിന് എഡിറ്റഡ് കുറച്ച് ഇതുണ്ടല്ലോടാ. നമുക്ക് OTT പോലെ അല്ലല്ലോ. ടിവിയിൽ വന്നതിന് കുറച്ചും കൂടെ റൈറ്റ്സിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഫുട്ടേജസ് ചില ഫുട്ടേജസ് കാണാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. അതുകൊണ്ടായിരിക്കും എഡിറ്റഡ് വന്നത്. ശരിയാ. ജാൻമണിയുടെ ആ കേസ്. പിന്നെ ലെങ്തും അത്രയും പറ്റത്തില്ലല്ലോ ടിവിയിൽ. പിന്നെ ബിഗ് ബോസ് പ്ലസ് ഉണ്ടല്ലോ ഇപ്പം മറ്റേ ടിവിയില്. അത് പണ്ട് ബിഗ് ബോസ് മുതലേ പ്ലസ് പ്ലസ് പണ്ടേ ഉണ്ട്. ഉണ്ടാക്കുള്ളൂ. ഹോട്ട്സ്റ്റാറിൽ അതല്ലടാ, ഉണ്ടായിരുന്നു. അത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കോഫി വിത്ത് കരൺ എന്ന് പറഞ്ഞൊരു പരിപാടിയാ. 2 പേര് ചായ വെച്ചിരുന്നിട്ട് ബിഗ് ബോസ് പ്ലസ് എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്ന ഒരു സാധനം ഉണ്ട്. അങ്ങനെയായിരുന്നോ? പിന്നെ അല്ല, അങ്ങനെ പറയുന്ന ഒരു സെഗ്മെന്റും ഉണ്ട്. പിന്നെ 9:30 മുതൽ 10:30 വരെ ഉള്ള സാധനം കഴിഞ്ഞിട്ട് 11 മണി മുതൽ 12:30 വരെയോ 11:30 വരെയോ അരമണിക്കൂർ എക്സ്ട്രാ കാണിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ബിഗ് ബോസ് വന്ന സമയം മുതലേ കാണിക്കുന്ന ഒരു സാധനം, ബിഗ് ബോസ് പ്ലസ് എന്നും പറഞ്ഞ്. ആ TV കാണിക്കുന്ന ഒരു ഐറ്റമാ. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങള്, അതായത് ചിലപ്പോ ഈ 1 മണിക്കൂർ കാണിക്കുന്നത് അവരുടെ ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വലിയ വലിയ കോൺഫ്ലിക്ട്സ് ഒക്കെ ആയിരിക്കും. ഇവര് മാറി സംസാരിക്കുന്ന ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. 24 hours കാണുന്നവർക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ പ്ലസ്സിൽ കാണിക്കുന്നത്. അതുപോലെ ഈ ചായ കുടിക്കുന്ന കണക്ക് 2 പേരിരുന്നിട്ട് നമ്മളിത് സംസാരിക്കുന്ന കണക്ക് അത് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ നേരത്തെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈമില് ഇന്നത്തെ ബിഗ് ബോസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ബിഗ് ബോസിൽ ലാലേട്ടൻ വന്നിട്ട് വഴക്ക് പറയും, അങ്ങനെ അവരുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നു. അറിയില്ല. ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബിഗ് ബോസ് ഒക്കെ വന്ന ടൈമില് അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് പരിചയമുള്ള ഒരു ആങ്കർ, ഇയാളുടെ പേരറിയില്ല, അയാൾ വന്നിരുന്നിട്ടാണ് ബിഗ് ബോസിന്റെ എന്തോ ഒരു പ്ലസ് എന്ന് പറഞ്ഞ തന്നെയായിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളിരുന്ന് പറയില്ലേ, ആ ആള് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, ഈ ആള് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, നമ്മളിരുന്ന് പറഞ്ഞ കണക്ക് അവര് തമ്മിലിരുന്ന് ഈ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. TV അങ്ങനെ കാണുന്ന ഒരാളല്ല ഇപ്പൊ ഞാൻ. ഈ പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ടായിരുന്നു. ബിഗ് ബോസ് പ്ലസ് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്നു ഈ പറഞ്ഞ 2 പേരും ഒരു ഡിബേറ്റ് സെഷൻ പോലെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു, മലയാളം ബിഗ് ബോസ് വന്നിട്ട്. അതിനകത്ത് ഈ പറഞ്ഞ ഇവള് പറഞ്ഞ കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ മറ്റേ ജാൻമണി എവിക്റ്റായ, സത്യം പറഞ്ഞ അതിപ്പോ എന്റെ ഒരു ഇതായിരിക്കും, എനിക്ക് ആ സീൻ കണ്ടിട്ട് ചിരിയാ വന്നേ. ആദ്യമായിട്ട് ഒരാളെ കരയുന്ന കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നത്. ഞാൻ ചേച്ചിയോട് മെസ്സേജ് അയക്കുക, ചേച്ചി ഞാൻ ക്രൂരയാണെന്നാ തോന്നുന്നത്. എനിക്ക് ജാൻമണിയുടെ സീൻ കണ്ടിട്ട് ചിരി വരുക. എനിക്ക് ശരിക്കും ശരിയല്ല. എനിക്ക് പിന്നെ കുറെ വീഡിയോസ് ഇട്ട് കൊടുത്തിട്ട് പുള്ളിക്കാരിനെ സ്റ്റേജിൽ നിന്ന് കളിയാക്കിയിട്ട് അന്ന പൊക്കോ കഴിഞ്ഞെന്ന് പറഞ്ഞു വിടുന്ന ആ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു.
സത്യമാണ്. കാരണം നമ്മള് ഒരു എന്നാ പറഞ്ഞ ആളെ സമാധാനിപ്പിക്കാൻ കുറച്ച് ക്യൂട്ട് വീഡിയോസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് ആളെ കാണിക്കണത് കളിയാക്കണ പോലെ. അതെ അതെ, കളിയാക്കുന്ന പോലത്തെ സാധനങ്ങളെ കാണിച്ചത്. എനിക്ക് ശരിക്കും കൊച്ചു പിള്ളേര് വരെ കളിയാക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പോലെ തോന്നി. എനിക്ക് ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ മറ്റേ മെലോഡ്രാമയുടെ എപ്പിസോഡിൽ ജാൻമണീനെ അതിനേലും വലിയ കളിയാക്കാണ് ഇതെന്ന് എനിക്ക് തോന്നി. അതെ, അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. അർജുൻ അമ്മോ എന്ത് പുള്ളിക്കാരിക്ക് പിന്നെ ചിന്തിച്ചേട്ടാന്നുള്ളതില് ചിന്തിച്ചിട്ടോ അടിപൊളിയായിരുന്നു. ജാൻമണി പോയപ്പോ ആ ജിൻഡോ ഒരു ഭയങ്കരമായിട്ട് സാധനത്തിന്റെ ഒരു ഇമോഷണൽ ആയല്ലോ. സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നേ. ജാൻമണി പോയപ്പോ ജിൻഡോ ഭയങ്കരമായിട്ട് ആ കഴിഞ്ഞ എനിക്കത് അങ്ങനെ എനിക്കൊട്ടും കൺവിൻസ് ആയില്ല. പുള്ളിക്കാരൻ ചെയ്യുന്നത് വെറുതെ എന്തോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇമോഷണൽ ആവുന്ന പോലെ അഭിനയിക്കുന്നതും പിന്നീട് പിന്നെ സഡൻ ആയിട്ട് പുള്ളി ചേഞ്ച് ആവുന്നതും എപ്പിസോഡ് ഫുള്ള് കാണുന്നവർക്ക് മനസ്സിലാവും, പെട്ടെന്ന് ചേഞ്ച് ആവുന്ന. പക്ഷെ ഇത് അഭിനയിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ സിബിൻ ജാസ്മിനോട് മിണ്ടിപ്പ് കഴിഞ്ഞപ്പം ജാസ്മിൻ മറ്റേ ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം പുറകെ അടക്കുക, അപ്പൊ തല ഇറങ്ങി വീഴണോ. അതെ അതെ അതെ. ആരാ തലർങ്ങിയണേ? സിബിനോ? അല്ല പിന്നെ സിബിൻ അഭിനയിക്കുക. സിബിൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ പുള്ളിക്കാരി സംസാരിച്ച് തുടങ്ങിയ ജിൻഡോന്റെ കയ്യിൽ നിന്ന് പോകും. കാരണം ജാസ്മിൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരി സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ഒട്ടും പറ്റില്ലാത്ത ഒരു പരിപാടിയാണ് കയ്യിൽ നിന്ന് പോകാന്നുള്ളത്, വായിന്ന് പോകാന്നുള്ളൊരു പരിപാടിയാണ്. എന്ത് പറഞ്ഞാലും അതിൽ എന്തെങ്കിലും പൊട്ടത്തരോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് പുള്ളിക്കാരൻ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇനി തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ജാസ്മിൻ ചെല്ലുമ്പോൾ സംസാരിക്കാൻ മൈൻഡ് ചെയ്യരുത്, സ്പേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പുള്ളി മാറി നടക്കുന്ന. അപ്പൊ ജാസ്മിൻ സംസാരിക്കാൻ ചെല്ലുമ്പോൾ പുള്ളി പറയും എനിക്ക് നെഞ്ചു വേദന എടുക്കുന്നു, എനിക്ക് തല ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെയൊക്കെ. കഴിഞ്ഞൊരു വീക്ക് അതായിരുന്നു. ആദ്യം ജാസ്മിനെ അല്ല പറഞ്ഞതിനെ ഓരോന്നും തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യമേ കേൾക്കാൻ പറ്റില്ല വൈന്ന് പറയുമ്പോ. ശരിയാ. അത് എന്താ വെച്ചാ ഈ ജെൻഡോ ക്യാപ്റ്റനായി വന്നിട്ട് ഭയങ്കര വേസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു. ഞാന് പറയുകയാണെങ്കിൽ പുള്ളി ശരിക്കും ഗബ്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, പവർ ടീമിന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന ഒരാൾ. ആ ഒരു തന്നെയായിരുന്നു ലാലേട്ടൻ കൊടുത്ത ആ പിന്നെ ഗിഫ്റ്റ് വർത്ത് ആയിട്ടുള്ള സാധനമാണ് അത്. ശരിക്കും സിബിന്റെ അല്ലെങ്കിൽ പവർ ടീമിന്റെ ഒരു പപ്പറ്റ് തന്നെയായിരുന്നു ഈ ഒരു 1 വീക്ക്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് കുറെ ലൈവ് ഒക്കെ കണ്ടത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചി അന്നേരം ഒക്കെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി ഇതിങ്ങനെ പപ്പറ്റ് കളിക്കുന്ന പോലെ തന്നെ. നോക്കിയപ്പോ അതേ ഗിഫ്റ്റ് ഇതങ്ങനെ ഇവരറിഞ്ഞു. അവിടെ ജിൻഡോ സംസാരിക്കുന്ന ഓരോ വാക്കുകളും റിഫ്ലക്ട് ചെയ്യുന്നത്, ഓരോ വാക്കുകളും അവിടെ ഗ്രൂപ്പിൽ ഇവര് ഗ്രൂപ്പുകളെയായിരുന്നു ഫുള്ള് ഒരു വീക്ക്. അപ്പൊ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്ന ഓരോ ക്യാപ്റ്റന്. അതെ 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 അതെ. പവർ ടീം ഒരു ഗ്രൂപ്പ്, ബാക്കിയുള്ള 2 ഗ്രൂപ്പും ഇവരുടെ കൂടെ അങ്ങനെയായിരുന്നു. ഒരൊറ്റ ഗ്രൂപ്പ് മാറിയിരുന്ന് ഗബ്രി ജാസ്മിന് പിന്നെ കോർണർ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു പരിപാടിയാണ്. എന്നിട്ട് ഇതൊന്നും അല്ലെന്ന് പറയുകയും ചെയ്യും. ഇതിപ്പോ ഇന്നലത്തെ സീനിലും ശനി ഞായർ എന്നുള്ള 2 ദിവസങ്ങളിൽ ലാലേട്ടൻ വന്നിട്ട് സിബിനെ എല്ലാരും നല്ല രീതിയിൽ പൊരിച്ചിട്ടുണ്ട്. അപ്പൊ സിബിന്റെ കയ്യിൽ നിന്ന് പോയി പുള്ളിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കി സ്ട്രെയിറ്റ് എവിക്ഷനിലേക്ക് നോമിനേഷനിലേക്ക് വെച്ചു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി പുള്ളിയുടെ പരിപാടികൾ വർക്ക് ആവുന്നില്ല. ഇനി പുള്ളി കുറച്ച് സെന്റിമെന്റൽ ഇറക്കിയാൽ നിക്കാന്നുള്ള രീതിയിൽ. സെന്റിമെന്റൽ ആദ്യം ആവായിരുന്നു. ഞാൻ പറഞ്ഞത് സെന്റിമെന്റൽ എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൺസിഡറേഷൻ പരിപാടിയുണ്ട്. ജാസ്മിനെ ഫയർ ചെയ്ത് കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്ന ലാലേട്ടൻ വന്ന എപ്പിസോഡിലുണ്ടായിരുന്ന ഫയറും പരിപാടിയൊക്കെ കഴിഞ്ഞ് ജാസ്മിൻ കുറെ ഡൗൺ ആയി. ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിയ നമ്മള് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം ഒരാള് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മളൊരു കൺസിഡറേഷൻ ആരാണെങ്കിലും ചെയ്യുന്ന ഒരു കൺസിഡറേഷൻ. അപ്പൊ അതും കൂടെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഗ്രൂപ്പുകൾ കളിച്ചുകൊണ്ടിരുന്നത്. അത് ഈ ആഴ്ച തിരിഞ്ഞപ്പോ സഹിക്കാനേ പറ്റുന്നില്ല. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടൊരു പേജില് കണ്ടതാണ്. സിബിന് മെന്റൽ പ്രഷർ വന്നു കഴിയുമ്പോ അല്ലെങ്കിൽ ഡിപ്രഷൻ വന്നു കഴിയുമ്പോ അത് ട്രോമ. അതെ, ജാസ്മിൻ ചെയ്ത ഡ്രാമ. അതിന്റെ
ജാസ്മിന്റെയും ഗബ്രിയുടെയും അതിന്റെ ഉള്ളിൽ അവർക്ക് ഇഷ്ടമാണോ എന്താന്നുള്ളത് നമ്മളെ അത് ബാധിക്കുന്ന കാര്യമില്ല. അവരുടെ ഇഷ്ടത്തിലാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ എല്ലാരും കൂടെ എനിക്ക് തോന്നുന്നത് ഇവര് ഭയങ്കര സ്ട്രെങ്ത് ഉള്ള പ്ലേയേഴ്സ് ആയതുകൊണ്ടാണോ ഇനി ഇവര് അല്ല, ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ടാർഗറ്റ്, കളിക്കുന്നത്? അതായത് ബാക്കി ജാസ്മിനും ഗബ്രി ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടസ്റ്റന്റും ഉള്ള ടാർഗറ്റ് മാത്രമാണ് ഇപ്പൊ ബിഗ് ബോസിൽ ജാസ്മിൻ ഗബ്രി. ജാസ്മിനും ഗബ്രി. എന്ത് വന്നാലും ജാസ്മിനിലേക്ക്, ഇപ്പം ഷിൻഡോ ആണെങ്കിലും ബാക്കി എല്ലാവരും ആണെങ്കിലും ലാസ്റ്റ് ടാർഗറ്റ് ആയിട്ട് തന്നെ ജാസ്മിനെയാണ്. അതിന്റെ കൂടെ ഇതിപ്പോ കണക്ട് ചെയ്ത് വൈൽഡ് ഗബ്രി കാർഡ് ഉണ്ട്. വൈൽഡ് കാർഡ് വന്ന സമയത്ത് ഈ വൈൽഡ് കാർഡ് കേറുന്ന ആൾക്കാർ മൊത്തം പറഞ്ഞത് ഇപ്പൊ ജാസ്മിനും ഗബ്രി. ജാസ്മിനും ഗബ്രിയും ആണ് ഷോയിൽ മൊത്തം കോൺസെൻട്രേഷൻ, അവരുടെ കഥയാണ് നടക്കുന്നത്, ഇതല്ലാത്തൊരു കഥയുണ്ട് എന്ന് കാണിക്കാന്ന് പറഞ്ഞാ കേറിയത്. പക്ഷെ അവർക്കും സംസാരിക്കാനുള്ളത് ജാസ്മിനെ പിന്നെ അല്ലെങ്കിൽ ഗബ്രിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ടേ അവർക്കും കളിക്കാനുള്ളൂ. ഈ ഈ ഇപ്പൊ സീസൺ വേറൊരു ഗെയിം തുടങ്ങിയപ്പം ഈ സീസൺ തുടങ്ങിയപ്പോ പ്ലേയേഴ്സ് ഭയങ്കര എനിക്ക് വീക്കായിട്ട് തോന്നുന്നു. വീക്കായിരുന്നു. അത് വീക്കാണ്. വേസ്റ്റ് സീസൺ ആയിരുന്നു. വൈൽഡ് കാർഡ് എൻട്രി വന്ന് കേറി കഴിഞ്ഞ് കുറച്ച് സെറ്റപ്പ്. പക്ഷെ വൈൽഡ് കാർഡ് നിന്ന് ഇപ്പൊ പൂജ നല്ലൊരു പ്ലെയർ ആയിരുന്നു. പൂജ പോയി. പക്ഷെ പൂജക്ക് പൂജയുടെ പ്ലേ ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പൂജയുടെ കാരണം പ്ലേയും ഒരു അങ്ങനെയല്ല, ഗ്രൂപ്പ് പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനത്തിലോട്ട് ഒതുങ്ങിപ്പോയി. പൂജ വന്നപ്പോൾ ആ ഒരു ടോട്ടൽ അന്നപ്പോ ഒരു ഗെയിമിന്റെ പ്രതീക്ഷ ഒരു ഉണ്ടായിരുന്നു. സ്ട്രക്ചർ സെറ്റപ്പ് ആയിരുന്നു. അല്ല, സിബിൻ വന്നപ്പോഴാണെങ്കിലും തുടങ്ങിയത് അടിപൊളിയായിട്ടാ തുടങ്ങിയത്. അയ്യോ, നല്ല എനിക്ക് സിബിന്റെ ഫസ്റ്റ് രസമുണ്ടായിരുന്നു, ആക്ട് ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ലതായിരുന്നു. അല്ല, ആക്ട് ഇപ്പോഴും അടിപൊളി തന്നെയാ. പുള്ളി ഒരു പെർഫോം ചെയ്യേണ്ട ഒരു സ്പേസ് വന്നു കഴിഞ്ഞാൽ പുള്ളി അടിപൊളിയായിട്ട് തന്നെ ചെയ്യും. അത് ഒഴിച്ചാൽ പുള്ളിയുടെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അതിനോട്ട് വരുമ്പോഴാണ് ഭയങ്കര മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് കളി അങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് വന്നിട്ട് അതങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ഫസ്റ്റ് വന്ന ടൈമില് സിബിന്റെ എന്താ പ്ലേ ആണെങ്കിലും ഗെയിം ആണെങ്കിലും നല്ലതായിരുന്നു. കാരണം ഞാൻ കുറേ ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് എന്നും പറഞ്ഞു പുള്ളി ആ സ്ഥലത്ത് പോയിരുന്നിട്ട് കുറച്ച് വീഡിയോയൊക്കെ ആർട്ടുണ്ടാക്കണ ആളാണ് ഞാൻ. എന്നിട്ട് ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞു ഗെയിം ചേഞ്ചർ ആണ്. അത് എന്താ ഗെയിം വന്ന സമയത്ത് എന്ന് വെച്ചാ ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്ന ആരും സ്വന്തം കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിനെയൊക്കെ പൊളിച്ചിട്ട് നല്ലൊരു കളി കൊണ്ടുവരണം എന്ന് പറഞ്ഞാ പുള്ളി തുടങ്ങിയത്. പക്ഷെ പുള്ളിയും അന്ന് എത്തിയത് വലിയൊരു ഗ്രൂപ്പിലോട്ടും ആ ഗ്രൂപ്പിനെ നയിക്കുന്ന ഒരാളായിട്ട് മാത്രം മാറിപ്പോയി. അതാണ് ഗ്രൂപ്പിനെ പൊളിക്കാൻ വന്ന ഒരാൾ ഗ്രൂപ്പിലോട്ടായി പോകുമ്പോൾ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ എല്ലാരും കൂടെ ഹൈപ്പ് ചെയ്ത് പുള്ളിനെ വേറൊരു ലെവലിൽ എത്തിച്ചു. പുള്ളി ചെയ്യുന്നതൊക്കെ അത്ര ഓവർ കോൺഫിഡന്റ് ആയിട്ട് സെറ്റാണ്. ബിഗ് ബോസ് വിന്നർ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ അങ്ങോട്ട് ചുറ്റും നിൽക്കുന്നവരും കൂടെ അങ്ങ് കൺവിൻസ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവര് അറിയാത്തൊരു സാധനമുണ്ട്. ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ ഇരുന്ന് ജാൻമണി, ഋഷി, ശരണ്യ, പൂജ, സിബിൻ ഇത്രയും പേരാണ് പവർ ടീമിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പൂജയും സിബിനും കൂടെ ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവര് ആക്ട് ചെയ്യേണ്ടത്. ഋഷി മാറുമ്പോ ഋഷിയുടെ കുറ്റം പറയുക, ജിറ്റ മാറുമ്പോ ജിറ്റയുടെ കുറ്റം പറയുക, ശരണ്യ മാറുമ്പോ ശരണ്യയുടെ കുറ്റം പറയുക. ഒരുമാതിരി കുടുംബശ്രീ ചേച്ചിമാർ എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവായിട്ടൊരു ടോക്ക് ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞാണ് കുടുംബശ്രീ ചേച്ചിമാരെന്ന് പറഞ്ഞ നീ അറിഞ്ഞോ അവൾ അവിടെ ചെന്നിട്ടുണ്ടല്ലോ അങ്ങനെയായിരുന്നു. അപ്പൊ ഇവള് പറയുമ്പോഴത്തേക്ക് ഇവൾ അവിടെ എന്നിട്ട് മറ്റേ പരിപാടിയായിരുന്നു. ഇതാണ് അവിടെ ഇപ്പൊ നടക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് അവനവന്റെ അഭിപ്രായം കറക്റ്റ് എവിടെ നോക്കിയും ആരെ നോക്കിയും പറയുന്ന ഒരു ക്യാരക്ടർ. അല്ലാത്ത സമയത്ത് കുറെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് കാര്യം പറയുന്നത് എനിക്ക് ഫീൽ ചെയ്ത ഒരാള് നോറയാണ്. സത്യം, ആരും പറയാൻ സ്പേസ് കൊടുക്കുന്നില്ല. എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് കഴിഞ്ഞ വീക്കില് നന്ദിനിക്കുട്ടിയായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് കിലുക്കത്തിലെ സീൻ ചെയ്യാൻ അത് വീക്കെൻഡിൽ കൊടുത്തു. അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ലാലേട്ടൻ പറഞ്ഞു. മോഹൻലാലെ സെറ്റപ്പ് ആക്കി കൊടുത്തു. പറയാനുള്ള ഒരു ഗ്യാപ്പ് ചോദിച്ചപ്പോ അവിടെ വേണമെങ്കിൽ പറയണായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. അതല്ല, ഞാൻ ഭയങ്കര അല്ല ഞാന് ആ ഒരു ശനിയാഴ്ചത്തെ ലൈവ് കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചേച്ചീനെ വിളിക്കാം, മെസ്സേജ് അയക്കാം, കാണും. ഞാനാണെങ്കിൽ ഭയങ്കര തിരക്കായിപ്പോ എനിക്കൊരു ഉള്ളിക്കിടന്ന് വല്ലാത്ത ഒരു 2 ദിവസം ഞാൻ ഇങ്ങോട്ട് ഉള്ളിക്കിടന്ന് ഒരു ഷോ കാണാൻ ഇത്രയും വെമ്പുന്നത് ആദ്യമായിട്ടാ. ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് കാണുമായിരുന്നു. കാരണം ആ ഒരാഴ്ച നടന്ന ഫുള്ള് സാധനം നമുക്ക് അന്ന് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടന്റെ എപ്പിസോഡ് കാണാൻ. അങ്ങനെ എന്നാ ഈ ആഴ്ച എന്ത് പറയും? ഈ ആഴ്ച കൂടുതലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന ലൈവ് കണ്ടത്. അപ്പൊ ഓരോ സീനും നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇത് ശരിയല്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ കാണുന്നവരൊക്കെ പൊട്ടന്മാരല്ലേ. ഇങ്ങനെ നമ്മളിങ്ങനെ അതിന്റെ ഉള്ളിലും പോയി കമന്റ് ഇട്ട് അതിലെ കമന്റും വായിച്ച്
ഇങ്ങനെ നമ്മളെ അഭിപ്രായങ്ങള് ലാലേട്ടൻ ചോദിക്കാണ്ടിരിക്കുമ്പോ ഈ ജനങ്ങള് കാണുന്നത് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു സാധനല്ലേന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു ചോദിക്കാൻ സാധ്യത കുറവായിരിക്കും, കാരണം അതിങ്ങനെ എന്താ സിബിന് അല്ല, കൊറേ നമ്മള് റിയാക്ഷൻ വരുമെന്ന് പ്രതീക്ഷിച്ച കൊറേ എപ്പിസോഡിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ റെസ്പോൺസ് സാധനങ്ങളൊന്നും കിട്ടാത്തോണ്ട് നമ്മള് വിചാരിച്ചു ഇതും വലിയ പിന്നെ കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. അത് ഈ ബിഗ് ബോസ് ഈ ലാലേട്ടന്റെ സാധനം സ്ക്രിപ്റ്റഡ് ആണ്. അപ്പം ഈ ഓഡിയൻസിന് അനുസരിച്ച് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് തന്നെ ഏതാണോ അതെ 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 കമന്റ് അതെ. നോക്കിയിട്ടൊക്കെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ വരുന്നത്. അതെ, അത് ആ ഗസ്റ്റർ കാണിച്ചതില് അവനെ പണിഷ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു സിബിനെ. അപ്പൊ അതിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഗസ്റ്റർ കാണിച്ചതാണ് ഒരു പ്രശ്നം, ഇതിലും മോശമായ രീതിയിൽ ഒരുപാട് പേര് ചെയ്യുന്നില്ലേന്ന്. പക്ഷെ അതിൽ ക്ലാരിഫൈ ആയിട്ട് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗസ്റ്റർ കാണിക്കുന്നതും തമ്മിൽ തല്ലുമ്പോ ചീത്ത വിളിക്കുന്നതും ഒക്കെ നോർമൽ ആണ്, പക്ഷെ പവർ ടീമില് പവർ ആയിട്ടിരിക്കുന്ന ഒരാൾ ഇത് കാണിക്കാൻ പാടില്ല, അത് തെറ്റാണെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. എന്നാൽ ഇപ്പോഴും പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ ചെയ്തേന്ന്. ഒരാള് ചെയ്തു എന്ന് വിചാരിച്ച് ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതേ തന്നെ നിങ്ങൾ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അതെ, അതിപ്പോ തെറ്റല്ലാതാവുന്നില്ലല്ലോ. ആ ജാസ്മിനൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എപ്പിസോഡിൽ. അത് ജയിൽ നോമിനേഷനിൽ പോയി കഴിഞ്ഞപ്പം ജിൻഡോനെയൊക്കെ ഷൊട്ടേ മുളൊട്ടേ അങ്ങനെയൊക്കെ വിളിച്ച് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാണെങ്കിലും ഇവര് തിരിച്ചു കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് ഭയങ്കര മോശമായ റെസ്പോൺസ് തന്നെയാ. അപ്പൊ പിന്നെ ഇവരെങ്ങനെ പ്രതികരിക്കണം? ചീത്ത വിളിക്കാൻ പാടില്ലെന്നല്ലേ, ഇത് ചീത്തയല്ല അല്ല, എന്നാലും ഇങ്ങനെയാണ് അവര് പ്രതികരിക്കുന്നത്. പിന്നെ എടോ തന്നെയാ വിളിക്കുന്നത്. ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, മനഃപൂർവ്വം ആ പ്രൊവോക്കിംഗ് ആണ്, ഞാൻ ചെയ്യുന്ന പ്രൊവോക്കിംഗ് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ പ്രൊവോക്ക് ചെയ്ത് ജാസ്മിന്റെ വിഷമമൊക്കെ ഇവരൊക്കെ പറയുന്നത് ഡ്രാമയാണ്. ആ പക്ഷെ ഒരൊറ്റ വീക്ക് മൊത്തം ഒരു ഇത്രയും ആൾക്കാർ എന്താ പറയാ ഒരു 10-16 പേര് 15-12 പേര് ഒരുമിച്ച് നിന്നിട്ട് ഓപ്പോസിറ്റ് ആവാന്ന് പറയുന്നതും നമ്മളൊക്കെ ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെടുവാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ് ആലോചിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പുള്ളിക്കാരി അത്ര സ്ട്രോങ് ആയിട്ടോ, എന്നാലും ഇത്രയും എനിക്ക് തോന്നുന്നില്ല ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിന്നെ ഒരാള് ബിഗ് ബോസിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും പേരെതിരായിട്ട് നിന്നിട്ടും പിടിച്ചു നിന്നിട്ട് ഇപ്പോഴും സംസാരിക്കാൻ കാണിക്കുന്ന പുള്ളിക്കാരുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. ലാസ്റ്റ് വന്ന വീഡിയോയിൽ പോലും ജാസ്മിൻ പറയുന്നുണ്ട്. ഇതിപ്പോ ജാസ്മിനെ ഫേവർ ചെയ്തോ, ജാസ്മിൻ നമ്മുടെ ഇഷ്ടമുള്ള ആളെന്നല്ല, ജാസ്മിന് ഇഷ്ടമേ ആയിരുന്നില്ല ബിഗ് ബോസ് ഉള്ളപ്പോ, ബിഗ് ബോസിന് മുന്നേയും ഇഷ്ടമില്ലായിരുന്നുള്ളതാണ് സത്യം. ജിൻഡോന്റെ കാര്യം പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ രസമാണ്. ഈ രസമല്ല, എനിക്ക് ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയില് കൊണ്ടുവരാൻ പാടില്ലാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ജിൻഡോന് തോന്നുന്നത്. കാരണം പുറത്തേക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും നാള് നിന്നു എന്നുള്ളതല്ലേ, ഇത്രയും ഡേയ്സ് കംപ്ലീറ്റ്. അതെങ്ങനെയാന്നറിയോ, പുറത്തേക്ക് പോകുന്ന ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് കിട്ടുന്ന കുറെ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു നാട്ടും പ്രദേശത്തെ ആളാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസക്കുറവുള്ള ആളാണ്, അല്ലെങ്കിൽ നിഷ്കളങ്കനാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയിൽ തന്നെ പറയുന്ന പോലെ ഒരു പൊട്ടനാണ് എന്നുള്ളൊരു ഇമേജ് പറഞ്ഞിട്ടാണ്. പിന്നെ വേറൊന്നുണ്ട്, ശരിക്കും ജാസ്മിൻ ഇപ്പുറത്തെ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ജിൻഡോ ഉള്ളൂ ഇപ്പം നിലവില്. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ പറയാം, ഒരാളെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ലാത്ത നോറ പറയാൻ പോലും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സാധനമുണ്ട്. അങ്ങനെ മറുപടി കൊടുക്കുന്ന ഒരു സാധനം എല്ലാരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. ഗ്യാസിന്റെ മരുന്ന് കൊടുത്തൊരു ഇഷ്യൂ കണ്ടായിരുന്നല്ലോ, അതുപോലെയൊക്കെയാ പുള്ളി റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒരാള് ഇതിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്കൊരു റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാൻ, എന്താ പറയാ, ഒരാളെ എടി പൊടി അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളൊരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആൾക്കാരെ ചിലപ്പോ നമ്മൾ വിളിക്കുന്ന പോലെ, ഇപ്പൊ നമ്മളുടെ ഇടയിൽ നമ്മൾ സംസാരിക്കുന്ന പോലെ എടാ പോടാന്നോ എടി പൊടിന്നോ നമ്മൾ വിളിക്കുന്നവർ പോലെ അല്ലാതെ ഒരു ഷോയിൽ വന്ന് നിന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരോടും എന്തും പറയാന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഒരു നാടിനെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ അങ്ങനെയൊക്കെ എന്തും പറയാം, അത് അയാളുടെ നിഷ്കളങ്കത്വമാണ് അല്ലെങ്കിൽ അയാളുടെ മണ്ടത്തരം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലേബൽ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവരരുത്, അയാൾ അതിനുള്ളൊരു മെറ്റീരിയൽ അല്ല. അത് എടീന്ന് വിളിക്കുന്നത് ഋഷി, എന്ത് പറഞ്ഞാലും ആരെയാണെങ്കിലും
ഋഷിയെ എന്ത് പറഞ്ഞാലും ആരെയാണെങ്കിലും എടി നീ അടങ്ങ്, എടി നീ അടങ്ങ്, ജാസ്മിനെ നിന്നോടാണ് ഇവിടെ പറഞ്ഞേ, അങ്ങനത്തെ ഒരു വോയിസ് ഋഷി ഋഷി എപ്പോഴും എന്ന് പറഞ്ഞു വരാറുണ്ട്. കഴിഞ്ഞാ അത് എന്തിനാ ബിഗ് ബോസിൽ പോയെന്നുള്ള കുറെ ആൾക്കാരുണ്ട്. അതിലൊരാളാ അത് എവിക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ നോമിനേഷൻ വരുമ്പോ ഋഷിനെ നോമിനേറ്റ് ചെയ്ത ഋഷി കരഞ്ഞു കരഞ്ഞു മെഴുകും. കൊളവാക്കും. ജാൻമണിനെ നോമിനേറ്റ് ചെയ്ത ജാൻമണി പ്രാഗ് നേരും. വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. ഋഷി നോമിനേഷൻ മാത്രല്ല, പുള്ളിക്ക് എതിരായിട്ട് ആരും ഒന്നും സംസാരിക്കാൻ പാടില്ല. എന്തെങ്കിലും സംസാരിച്ചാ പിന്നെ പോയി. ഞാൻ ഈ ജാസ്മിനെയൊക്കെ പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരിനിപ്പോ ഗെയിമിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത്, വഴക്കുണ്ടാവുന്ന സമയത്ത് ഒക്കെ നല്ല പോലെ ഫയർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അത് കഴിഞ്ഞു കഴിയുമ്പോ ഒരു ഒരു സാധനം ഉണ്ടല്ലോ, അതില്ല ഇവർക്ക്. ശരിയാ. ജാൻമണി അല്ലെങ്കിൽ ഋഷിക്ക് അതാണ്. കാരണം ഈ ജയിൽ നോമിനേഷൻ പോയി കഴിഞ്ഞപ്പോ ജയിലിൽ കിടക്കുക ജാസ്മിൻ. അപ്പൊ ഋഷി പുറത്തോടെ പോയി കഴിഞ്ഞപ്പോ നീ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല ഋഷി, ഐ ലവ് യു സോ മച്ച് എന്നോ. അപ്പൊ അവൻ ഒന്നും മിണ്ടുന്നില്ല. ഋഷി ഒന്നും മിണ്ടുന്നില്ല. ഋഷി പറയുന്നത് ജാസ്മിൻ ഫുള്ള് ഡ്രാമയാണ്, ഭയങ്കര ഇതാണെന്നൊക്കെയാണ് ഋഷി പറയുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, ഒരു ഐ ഹേറ്റ് യു എന്നെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഋഷി ഒന്നും കളിക്കുന്നില്ല, ചുമ്മാ ആരൊക്കെയോ എന്തെങ്കിലും കുറെ കാലം അൻസിബ പറയുന്നത് കേട്ടു. ഇപ്പൊ സിബിൻ വന്നതിന് ശേഷം സിബിൻ പറയുന്നത് കേട്ടു. അങ്ങനെ അവര് പറയുന്ന എന്താണോ അത് ഓക്കെ ആണെന്നുള്ളൊരു, അങ്ങനെ വെറുതെ ഷെയ്ഡിൽ നിന്ന് കളിക്കുന്ന പോലത്തെ എന്തൊക്കെയോ അങ്ങനെയൊന്നും. ശരിയാ. പിന്നെ ഇന്നലത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. ഓഡിയൻസിന്റെ അഭിപ്രായ പ്രകാരം അപ്സരയൊക്കെ ഉള്ള ടീമിന് മെലോ ഡ്രാമ ചെയ്തതില് പ്രൈസ് കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലൈവിൽ ഇരുന്നിട്ട് അൻസിബയും പിന്നെ ശ്രീരേഖയും കൂടി ഇരുന്ന് പറയുക, ജാസ്മിന് മെലോ ഡ്രാമ എന്ന് പറഞ്ഞ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ജാസ്മിൻ വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു എന്താണ് മെലോ ഡ്രാമ എന്ന്. എന്നിട്ട് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോ ആ ബോക്സും പിടിച്ച് കോയിൻസ് കളക്ട് ചെയ്യാൻ പോയത് ജാസ്മിനാണ്. ജാസ്മിൻ ആ പ്രൈസ് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ജാസ്മിൻ അപ്പൊ തന്നെ പറയണായിരുന്നു, അല്ലാണ്ട് ലാലേട്ടന്റെ എപ്പിസോഡിലല്ല പറയേണ്ടതെന്ന് അൻസിബ പറഞ്ഞു. അപ്പൊ ശ്രീരേഖ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അന്നേരം പറയാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാ, കൊടുക്കുന്നൊരു മര്യാദയാണതെന്ന്. പക്ഷെ കഴിഞ്ഞ ഒരു വീക്കില് ജാസ്മിന് ആരോടും സംസാരിച്ചാലും റിയാക്ഷൻ ഒന്ന് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് ആ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനോ പിന്നെ അതിനൊന്നും ആരും ശ്രമിച്ചിട്ടുമില്ല. പുള്ളിക്കാരി ഒറ്റയ്ക്ക് പറയാം. ഈ ജാസ്മിനെ ഡെൻ റൂമിൽ പൂട്ടിയിട്ട കേസില്ലേ, എന്നിട്ട് ഇവരൊക്കെ പറയുന്നത് ജാസ്മിൻ ആ റൂമിലുള്ളത് ഇവര് കണ്ടില്ല എന്നാണ് പറയുന്നത്. ആദ്യം ആ എപ്പിസോഡ് കണ്ട മനസ്സിലാവും, അതായത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ജാസ്മിൻ ആ റൂമിൽ ഉണ്ടായിരുന്നത് ഇവരാരും കണ്ടില്ല, ഇത് വർക്ക് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവര് പൂട്ടിയിട്ടെന്ന് പറയുന്നത്. പക്ഷെ ലാലേട്ടന്റെ എപ്പിസോഡ് വന്നപ്പോ അത് പറഞ്ഞെന്താണെന്നറിയോ, ജാസ്മിൻ ആ റൂമിൽ ഇരിക്കുന്നത് കണ്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ പൂട്ടിയിട്ടത്. ജാസ്മിൻ അങ്ങനെ പോയിരിക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് പൂട്ടിയിട്ടിരുന്നത്. എന്നിട്ട് ഈ പൂട്ടിയിട്ടതിന് ശേഷം സിബിനൊക്കെ ലൈവില് അപ്സരല്ല അൻസിബയുടെ അടുത്ത് എന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അൻസിബയൊക്കെ പറയണത് ബ്രിഡയും ജാസ്മിന്റെയും ഒരു അഫെയറിന്റെ ഒരു കാര്യം അവർക്ക് കാണിക്കാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ടെന്നാണ് അതിൻ്റെ അകത്ത് അൻസിബ പറയുന്നത്. എന്നിട്ട് ജാസ്മിൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞത് ഇവര് പ്രാക്ടീസ് ചെയ്തത് ഒരു സാധനമാണ്, പക്ഷെ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോ അവൾ ഭയങ്കരമായിട്ട് പകച്ചു നിന്ന് പോയെന്ന് പറയാം. കാരണം ഇവര് സ്റ്റേജിൽ കയറിയപ്പോ വേറൊരു സാധനം വന്നത്, പ്രാക്ടീസ് ചെയ്തൊരു സാധനമേ അല്ല വന്നതെന്ന്. അപ്പൊ അവിടെ പോലും ഒരു ടീമായിട്ട് പോലും അൻസിബയോ ആയി പറയണ അപ്സരയോ ആരും ഒന്നും, അപ്സരല്ല ശ്രീരേഖയൊന്നും ജാസ്മിന്റെ അടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ് ഇവരുടെ അടുത്ത് സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് ഇവള് പോയിരിക്കുന്നത്. ഇതൊരു തെറ്റല്ലല്ലോ, ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പിന്നെ എല്ലാ പ്ലേയേഴ്സും ഈ ഷോയിൽ വന്നത് തന്നെ മാറി ടീമായിട്ടിരിക്കാനല്ലോ. അവർക്ക് അവരുടേതായ ഗെയിം സ്ട്രാറ്റജികൾ അവര് മിണ്ടും, അവർക്ക് അവരുടേതായ ഓരോ ടീമിലേക്ക്, ഇപ്പൊ ഈ ടീമിലുള്ള ആൾ അടുത്ത ടീമിൽ പോയി മിണ്ടരുന്നോ അപ്പുറത്തെ ടീമിലേക്ക് പോരുന്നോ അല്ലല്ലോ. ഇന്നലത്തെ ലാസ്റ്റ് രാത്രിയിലുണ്ടായിരുന്ന ലൈവില് കണ്ടത് ഈ ശ്രീരേഖയും ഋഷിയും അൻസിബയും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യാണ്. കാരണം ജാൻമണിക്ക് പകരം ഇനി പവർ ടീമിലേക്കുള്ളത് ശ്രീരേഖയാണ്. അവ ഇന്ന് പ്ലാൻ ചെയ്യാണ്. ശ്രീധുവിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാ,
വേറെ ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അപ്സരയ്ക്ക് ഭയങ്കര ഈഗോയാണ്. അപ്സര എല്ലാ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലും പറയും ഞാൻ ആയിരുന്നു ഇവിടെ ക്യാപ്റ്റൻ ആയതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ള ആയിരുന്നു. അതൊരു അങ്ങനെ അപ്സര ട്രൂത്താണ്. പറയും. ഞാൻ പറയാം, അപ്സര ഉണ്ടായിരുന്ന ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്ന ആ വീക്ക് പുള്ളിക്കാരിയുടെ എഫേർട്ട് കൊണ്ട് ഒരുപാട് വ്യത്യാസം നമ്മൾ കാണാൻ നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു. പുള്ളിക്കാരൻ നന്നായിട്ട് എഫേർട്ട് ഇട്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാരും അപ്രിഷിയേറ്റ് ചെയ്ത കാര്യവുമാണ്. അതെ. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ കോൺഫിഡൻസ് വെച്ച് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ഭയങ്കര പ്രൈഡ് ആയിട്ടാണ് പറയുന്നത്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? എനിക്കിനി കേൾക്കാനൊന്നും വയ്യ. എന്നാ ശ്രീരേഖയ്ക്ക് നേരത്തെ പറയാം, അപ്സര ഇത് പറയാൻ പറ്റത്തില്ല കേട്ടോ, അത് പറയത്തില്ലല്ലോ. അതുപോലെ തന്നെ അപ്സര ഇരുന്ന് വിഷമത്തിൽ പറയുന്നുണ്ട്. ഇവര് പവർ ടീമിലായിരുന്ന ടൈമില് ശ്രീരേഖയുടെയൊക്കെ പുറകെ നടന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്സര പവർ ടീം ആയിരുന്ന ടൈമില്, ചേച്ചി നമുക്കൊരു കൾച്ചർ പ്രോഗ്രാം വെക്കാം, ഒരു ആക്ട് വെക്കാം. അന്നേരം ശ്രീരേഖ പറഞ്ഞത് എനിക്ക് ഉറങ്ങണം, എനിക്ക് പറ്റില്ല, എനിക്കത് ചെയ്യണം. അങ്ങനെ ശ്രീരേഖ പറഞ്ഞിട്ട് സിബിൻ വന്ന് വിളിച്ചപ്പം ആ ആക്ട് ചെയ്തു. ആക്ട് വളരെ നല്ലതായിരുന്നു, നല്ല ഭംഗിയുള്ളൊരു സാധനമായിരുന്നു. അവർ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ അപ്സര പറഞ്ഞുകൊണ്ട് കേൾക്കുന്നില്ല. അതുപോലെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ജാസ്മിൻ ആണ് ക്യാപ്റ്റൻ, അതുകൊണ്ട് ആരും കേൾക്കുന്നില്ല പറയുന്നത്. അതെ, ശരിയായിരുന്നു അത്. ജാസ്മിൻ ക്യാപ്റ്റനായ സമയത്ത് ഒരാള് പോലും ഒരു പ്രോബ്ലത്തിൽ ഇടപെടാൻ ചെന്ന് കഴിഞ്ഞാൽ അതിന് പോലും ഒരു സ്പേസ് കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പൊ അൻസിബയുടെ കേസിൽ അൻസിബ വിഷമിച്ചിരിക്കുന്ന ഒരു ഇതില് പോയിട്ട്, ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണല്ലോ ഒരു മെമ്പർ വിഷമിച്ചിരിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ടിരിക്കുവോ അവരെ പോയി എന്താ കാര്യം അന്വേഷിച്ച് എല്ലാവരും ഇതാക്കണമല്ലോ. അതുപോലെ ഒരു സീനിൽ അൻസിബേനോട് ചോദിക്കാൻ നേരത്ത് അൻസിബ ഷൗട്ട് ചെയ്തിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, എല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോ, ജാസ്മിൻ ഒന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കി വിടുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പുള്ളിക്കാരി പറഞ്ഞതുപോലെ തന്നെയാ സംഭവിച്ചത്. ജാസ്മിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ആ വീക്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ക്യാപ്റ്റന് വലിയ പ്രത്യേകിച്ച് ഒരു റോളും ഉണ്ടായിരുന്നില്ല. ജിന്റെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോ ക്യാപ്റ്റൻ ആയിരുന്ന എപ്പിസോഡിലാണെങ്കിലും അല്ലെങ്കിൽ ആ വീക്കിലാണെങ്കിൽ പോലും ഈ ജിൻഡോ പറയുന്നതെല്ലാം പവർ റൂമിന്റെ ഒരു റിഫ്ലക്ഷൻ പോലെയാണ്. അത് ഈ ജാസ്മിനായിട്ടുള്ള ഒരു അലിഗേഷൻ വന്നായിരുന്നു. ജാസ്മിനെ എന്തോ മോശമായ രീതിയിൽ സിബിൻ പെരുമാറി, എന്തോ ആംഗ്യം കാണിച്ചു. ആ ഒരു സാധനത്തില് ഇവര് പ്ലാൻ ചെയ്യാണ് പവർ റൂം എന്താണ് സിബിന് കൊടുക്കേണ്ട ശിക്ഷ എന്ന്. ആക്ച്വലി സിബിനാണ് പറയുന്നത്, ഞാന് അങ്ങനെ ചെയ്തു, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ജാസ്മിൻ പറയുന്ന എന്ത് വേണമെങ്കിലും ഞാനത് ചെയ്തോളാം, അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് നിങ്ങൾ അവിടെ പോയി പറയണം. അങ്ങനൊരു സാധനമാണ് സിബിൻ അവിടെ നിന്ന് പറയുന്നത്. പക്ഷെ ഈ എഡിറ്റഡ് എപ്പിസോഡിലൊന്നും അതില്ല കേട്ടോ, എല്ലാം ലൈവിലുള്ള. ലൈവ് കണ്ടാൽ ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലുള്ളൂ. ഇപ്പൊ എഡിറ്റഡ് എപ്പിസോഡ് കണ്ടിട്ട് മാത്രം സിബിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ലൈവ് കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് എന്താണ് അതിനുള്ളിൽ നടക്കുന്നതെന്നുള്ളൊരു സാധനം ഇത് മനസ്സിലാക്കുന്നവരുണ്ട്. പറഞ്ഞപ്പോഴാണ് ഇപ്പം ലൈവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം ഈ ലാസ്റ്റ് മോഹൻലാൽ വന്ന എപ്പിസോഡില് സിബിനെ കുറെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ടാർഗറ്റ് ചെയ്യുമെന്ന് തോന്നും, എല്ലാ ഇതിനും സിബിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണ പോലെ നമുക്ക് തോന്നും. പക്ഷെ ലൈവിൽ വരുമ്പോഴാണ് മൊത്തത്തിലുള്ള സ്റ്റോറി എന്താണ്, മൊത്തത്തിൽ നടന്നെന്താന്ന്. മറ്റേതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആ ഒരു മണിക്കൂറിന്റെ എപ്പിസോഡിൽ തുടങ്ങുന്നു സിബിനോടുള്ള, പിന്നെ വരാന്ന് പറയുന്നു, പിന്നെയും സിബിനോട് വന്ന് ടാർഗറ്റ് ചെയ്ത് പറയുന്നു. അപ്പൊ നമ്മൾ ആ ഒരു എപ്പിസോഡ് മാത്രം, അല്ലെങ്കിൽ അതിനും ആ ഒരു എഡിറ്റഡ് എപ്പിസോഡ് മാത്രം കാണുമ്പോൾ എല്ലാം സിബിന് എതിരെ പറയണ പോലെ തോന്നും. അത് തന്നെ ഏതോ വീഡിയോയിൽ ഞാൻ കണ്ടു, ജാസ്മിൻ പറയണത് അല്ലെങ്കിൽ ജാസ്മിനുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ജാസ്മിൻ മോശമായിട്ട് സംസാരിക്കണതും ആർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ സിബിൻ പറയുമ്പോ സിബിനെ ടാർഗറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഒരു വിഭാഗം ആൾക്കാരിലേക്ക് നല്ല രീതിയിലേക്ക് പിന്നെ എന്താ വെച്ചാ സിബിൻ ചെയ്തത് തെറ്റാണെന്നുള്ള സാധനത്തിലോട്ട് ലൈവ് കാണുന്നവർക്ക് കിട്ടുകയും ചെയ്യും. ലൈവ് കാണാത്ത ആൾക്കാർക്ക് തോന്നും അയ്യോ ഭയങ്കര കഷ്ടമായി. എന്താ സംഭവം എന്നറിയോ, ഭൂരിഭാഗം ആളുകളും ഈ രാത്രി 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറത്തെ എപ്പിസോഡേ കാണുന്നുള്ളൂ. ഇനീഷ്യേറ്റീവ് എടുക്കാറ് അല്ലെങ്കിൽ ഇതിന് ഇഷ്ടമുള്ളവര്, ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും ഈ 24 hours കാണുന്നത്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മിസ്സായി പോയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങള് അവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈവില് മിസ്സാവുന്നുണ്ട്, അല്ലാണ്ട് നമ്മൾ എഡിറ്റഡ് എപ്പിസോഡിൽ മിസ്സാവുന്നുണ്ട്. അപ്പൊ ഈ പുറത്തേക്ക് വരുമ്പോ ലൈവ് കണ്ടവർക്ക് ഒരഭിപ്രായം,
എഡിറ്റഡ് കണ്ടവർക്ക് വേറൊരു അഭിപ്രായം, എഡിറ്റ് കാണുന്നവരെല്ലാരും പറയുന്നത് സിബിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഈ യൂട്യൂബിന്റെ ഒക്കെ കമന്റ് സെക്ഷൻ നോക്കിയാൽ അറിയാം. അതായത് ഈ പറഞ്ഞ യൂട്യൂബ് കോമൺ ഇപ്പൊ ലൈവ് കാണുന്നവരാണെങ്കിലോ ഇപ്പം ഡെയിലി മറ്റേ 1 hour എപ്പിസോഡ് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന എഡിറ്റഡ് എപ്പിസോഡ് കാണുന്നവരാണ് രണ്ടുപേരും യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് പറയുന്ന കമന്റ്സ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവര് രണ്ടുപേരും പറഞ്ഞതിന്റെ രണ്ട് ഫേസ് നമുക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ പറ്റും. എല്ലാ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ നമുക്കത് മനസ്സിലാവും. പിന്നെ കാരണം ഈ എഡിറ്റഡ് ചിലർ ഹോട്ട്സ്റ്റാർ കമന്റ് ഇടുന്നത് പറഞ്ഞു പറഞ്ഞു ചിലര് അതായത് കമന്റ് ഇടുന്നതിന്റെ എഡിറ്റഡ് എപ്പിസോഡിന്റെ മാത്രം ഇത് വെച്ചിട്ടായിരിക്കും വന്ന കമന്റ് ഇടുന്നത്. അപ്പൊ അടിയിൽ ഇതിന്റെ റിപ്ലൈ കമന്റ് വന്നിട്ട് ലൈവിൽ ഇതിന്റെ ബാക്കിയുണ്ട്, ലൈവിൽ ഇവര് പറഞ്ഞ എന്താണെന്നുള്ളത്. അതാണ് ഈ ഹോട്ട്സ്റ്റാറിൽ വരുന്ന ലൈവിന്റെ അടിയിൽ കമന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മൊബൈൽ വേർഷനിൽ കാണുമ്പോഴാട്ടോ, എനിക്ക് ലാപ്പ് വേർഷനിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ലാപ്പിലാണ് സാധാരണ കാണുന്നത്. ലാപ്പിലില്ല. അപ്പൊ ഈ മൊബൈലിൽ നമുക്ക് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതില് കമന്റ്സ് കാണണം. അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെ ഇരുന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ലൈവ് കാണുന്ന എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും വരിക. പക്ഷെ എഡിറ്റഡ് വരുന്ന സമയത്താണ് പലർക്കും പല അഭിപ്രായങ്ങൾ വരുന്നത്. പക്ഷെ ഈ ലൈവ് കാണുന്നവർ തന്നെ സിബിൻ എന്ത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഈ കമന്റ് തന്നെയാണെങ്കിലും സിബിൻ ചെയ്യുന്നത് എല്ലാം അടിപൊളിയാന്ന് പറഞ്ഞ് ഈ വരുന്ന ഈ ഇൻസ്റ്റ പേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ അകത്ത് എല്ലാം പറയുന്നത് ബിഗ് ബോസും ലാലേട്ടനും എല്ലാം കൂടെ കൂട്ടി ജാസ്മിനെ വെളുപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പുറത്ത് വന്നിട്ട് പറയുന്നത് നിങ്ങൾ സെബിനെ വിളിപ്പിക്കുവാണോ. ആക്ച്വലി ഇവര് മര്യാദയ്ക്ക് കാരണം ഇവരിപ്പം നേരത്തെ സീസൺ ബിഗ് ബോസ് പോലെയല്ല. ഇപ്പോഴത്തെ ബിഗ് ബോസിനും കണ്ടസ്റ്റൻസിന് PR വർക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവർ വന്നത്. അതായത് അവരുടെ ഉള്ള പ്രൊമോഷൻസ് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് വേണ്ടി മാത്രം വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജുകളെ പറഞ്ഞ് പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്താണ് ആളുകൾ വന്നത് ഇപ്പൊ ബിഗ് ബോസിലേക്ക്. നേരത്തെ സീസണിലൊന്നും അതില്ലായിരുന്നു. ഈ സീസണിൽ ഇപ്പം ബിഗ് ബോസിൽ പോണവർ തന്നെ നേരത്തെ പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ബിഗ് ബോസിൽ പോണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് തന്നെ അവരുടെ ഇൻസ്റ്റാ പേജിൽ തന്നെ കിടപ്പുണ്ട് അവരുടെ വീഡിയോസ്. കാരണം അവരുടെ ഇൻസ്റ്റാ പേജിൽ തന്നെ അവരുടെ ഇൻസ്റ്റാ പേജ് തന്നെ അവർ വേറെ ഹാൻഡിലെ കൊടുത്തിട്ടാണ് വന്നത്. അതെ, ഏഷ്യാനെറ്റിലെ ഇൻസ്റ്റാ പേജിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അതിലോർമ്മ ഞാൻ കണ്ടത് ഇപ്പൊ കുറച്ച് അലിഗേഷനിൽ നിൽക്കുന്ന ജാസി എന്ന് പറഞ്ഞൊരു ട്രാൻസ്മെൻ ആണോ ട്രാൻസ്ജെൻഡർ ആണോ ഗേ ആണോ എനിക്ക് അറിയത്തില്ല ആളുടെ ഐഡന്റിറ്റി എന്താന്ന്. ആള് ഇടയ്ക്ക് താടിയൊക്കെ ഷേവ് ചെയ്ത് ഒരു ഗേൾ ടൈപ്പ് നിൽക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ഇടയ്ക്ക് ഓരോ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. അത് തന്നെ. ഇപ്പോഴും ഇന്നോട് ഞങ്ങൾ ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അയാളുടെ. ആള് ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാ പേജിൽ വന്നിട്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഞാനും ഉണ്ട് നിങ്ങളെ കാണാന്നൊക്കെ പറഞ്ഞ് ആള് ഇപ്പോഴും പേജ് നോക്കിയാൽ കാണാൻ തോന്നുന്നു. ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഏഷ്യാന്റെ ഒഫീഷ്യൽ പേജിൽ ഞാൻ കണ്ടേ. എന്നിട്ട് അതിനുശേഷം പുള്ളി വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നില്ല, വേറെ കുറച്ച് പേരെ വന്നേ. ലാസ്റ്റ് പുള്ളി എന്നെ വൈൽഡ് കാർഡ് എൻട്രിയിൽ എടുത്തില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. സീരിയസ് ആയിട്ടും കരഞ്ഞു വിളിച്ചൊരു വീഡിയോ അയാൾ ലൈവ് ഇട്ടു. മോശം. അങ്ങനത്തെ സാധനം ഞാൻ കണ്ടു. ഈ ഒരു ആത്മഹത്യയുടെ കാര്യം പറയുമ്പോ എനിക്ക് ഓർമ്മ വന്ന റോക്കി കുപ്പി കച്ചവടത്തിന് ഇറങ്ങിയതാ. റോക്കി പടം വരച്ച കുപ്പി സെയിലിട്ടതാണ്. ആക്ച്വലി അതൊന്നും പടം വരച്ചതല്ല, റോക്കി വെള്ളം കുടിച്ച കുപ്പിന്ന്. ആക്ച്വലി അയാൾ ചെയ്തതൊന്നും ശരിയല്ല. അതിപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെ ഒരാളെ പ്രൊവോക്ക് ചെയ്യുക, എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്യിക്കുക, അയാളുടെ വായിന്ന് വരുന്ന മോശമായ കാര്യങ്ങളിൽ മേടിച്ചു കൂട്ടുക, അങ്ങനത്തെ സത്യം. പക്ഷെ എന്നും പറഞ്ഞ ഒരാളെ കയറി തല്ലാനോ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാനോ ഉള്ളൊരു ഒരു പ്ലേസ് അല്ല ഇത്. റോക്കിയുടെ കേസ് പറയുമ്പം ഹിന്ദി ശ്രീഷ എന്നുള്ള ഹിന്ദി ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ? അത് ഇതിനേലും ഭയങ്കര ശ്രീശാന്ത് ഹിന്ദി ബിഗ് ബോസ് ആയിരുന്നു കേട്ടിട്ടുണ്ട്. ഇതിനേലും ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായിട്ടില്ല. ഫിസിക്കൽ അറ്റാക്ക് പക്ഷെ ഭയങ്കരമായിട്ട് വെർബൽ അബ്യൂസ് ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷെ അതിൽ നോക്കുക സൽമാൻ ഖാനൊക്കെ വന്നിട്ട് നന്നായിട്ട് ഫയർ ചെയ്യും. ഇതുപോലെയൊക്കെ തന്നെയുള്ളൂ, അല്ലാണ്ട് വലിയ സീനൊന്നായിട്ട് അതും വലിയ സീനായിട്ടൊന്നുമില്ല. പക്ഷെ അല്ല, കുറെ എപ്പിസോഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി, നല്ല രീതിയിൽ പുള്ളി വന്ന് ഫയർ ചെയ്യുന്നത്. അതിനിടയിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ സീസണിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും ഹിന്ദി ബിഗ് ബോസ് കാണാത്തോണ്ടാ ലാലേട്ടൻ ഇങ്ങനൊന്നും. എന്താന്നറിയോ, എന്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന് പുള്ളിയുടെ
പിന്തുടർന്നു. പുള്ളിയുടെ ഒരു എന്താ ഇമേജ് ഒന്ന് കീപ്പ് ചെയ്യണം. പക്ഷെ സൽമാൻ ഖാൻ ഒരു ബാഡ് ബോയ് ഇമേജ് ഉള്ളതുകൊണ്ട് എന്തോ ആവാം. അതെ, ഐഡന്റിറ്റി മാറുക എന്ന് പറഞ്ഞത് അത് ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെയല്ല, ലാലേട്ടൻ തന്നെ കുറച്ചുകൂടെ ഫയർ ഇട്ടാ മതി. ആളില്ല. ലാലേട്ടൻ കുറച്ചും കൂടെ ദേഷ്യപ്പെട്ടാലും മതി. ദേഷ്യം എന്നല്ല, കുറച്ചുകൂടെ ഫയർ സാധനം വന്നാ മതി. അതെ, സുരേഷ് ഗോപി വന്ന സെറ്റ് ആയിരിക്കും. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ലാലേട്ടന് പകരം സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ പുള്ളി TV ഇടിച്ചു പോയി അടിച്ചേനെ അവരെ. ആ TV കൂടെ കാണുന്നതിന് പകരം എന്തുള്ള നീ അങ്ങനെ പറയല്ലോ. സുരേഷ് ഗോപി ആങ്കർ ചെയ്തോണ്ടപ്പോ നല്ല രസമായിരുന്നു. മറ്റേ ആസിഫ് അലി എന്നിട്ട് ഈ സാധനം ചെയ്യുന്നൊരു സാധനം അല്ലായിരുന്നു പുള്ളിക്ക് പറ്റിയെന്നാ. പുള്ളി കോടീശ്വരൻ അടിപൊളിയായിരുന്നു. ഓ, അത് വേറെ ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല മലയാളത്തിൽ. വേറെ ആളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അമിതാഭ് ബച്ചൻ ആണെങ്കിൽ ഹിന്ദി കോൻ കരേഗ കരോർപതിയോ. അതിപ്പോ ബിഗ് ബോസിന്റെ കേസ് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കുറച്ച് ഫയർ വേണം എന്നുള്ളതല്ലാണ്ട് പുള്ളിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ബിഗ് ബോസ് നമുക്ക് പറ്റത്തില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രോഗ്രാം ഉണ്ട്, അങ്ങനെ ഇല്ല. മോഹൻലാലിനെ അല്ലാണ്ട് നമുക്ക് വേറെ റീപ്ലേസ് ചെയ്യാൻ ആളില്ല. പഴയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡീലറിനോട് മുകേഷ് ചെയ്തോണ്ടിരുന്നേ. അത് മുകേഷ് അല്ലാണ്ട് വേറെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതെ, ശരിയാ. നമ്മളെ ഈ ഒരു ഇമേജ് സെറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ, അത് നമുക്കത് മാറ്റി പിടിക്കുമ്പോ ആലോചിക്കാൻ പറ്റില്ല. ഡീലറിനോടിന്റെ കാര്യം പറഞ്ഞപ്പം മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതായത് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണ ഇൻഡിവിജ്വൽ ക്രിയേറ്ററാ മിസ്റ്റർ ബീസ്റ്റ്. കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഒരു എപ്പിസോഡിൽ ഈ ഡീലോഡിനോഡിലിന്റെ റീക്രിയേഷൻ ഉണ്ടാകും, സെറ്റപ്പ് ആകും. എനിക്ക് അതൊരു ഇന്റർനാഷണൽ ബിഗ് ബോസ് ആണെങ്കിലോ ഇതാണെങ്കിലോ. ഞാൻ ഇന്ന് ഒരു ഇത് കണ്ടു, ബ്രസീലിയൻ എഡിഷൻ കണ്ടു ബിഗ് ബോസിന്റെ. അതായത് ബ്രസീലിയൻ എഡിഷൻ കണ്ടു. കുറച്ചും കൂടെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫണ്ണാണ് അവിടുത്തെ ഇത്. എനിക്കും താല്പര്യം. ഞാനൊരു ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അല്ലെങ്കിൽ വെർബൽ അബ്യൂസ്, അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യുക, അങ്ങനത്തെ സാധനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇവർ ഇടയ്ക്ക് കാണിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ടാസ്കോ അങ്ങനത്തെ ഒരു സാധനം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ആണെങ്കിലും ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഇപ്പൊ മലയാളത്തില് ആ ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ചെയ്യണവര് തന്നെ അവർക്ക് കുറച്ചും കൂടെ ഗെയിംസും ടാസ്കും കൊടുത്തു കഴിഞ്ഞാൽ ഈ വെർബൽ അബ്യൂസ് പരമാവധി കുറയാൻ പറ്റും. അത് മലയാളികളുടെ ഓഡിയൻസിന് ഇപ്പോഴും ഇഷ്ടം ഇങ്ങനത്തെ കണ്ടന്റുകളാണെന്നുള്ള രീതിയിൽ ബ്രസീലിയൻ ബിഗ് ബോസ് അതിനകത്ത് ഗെയിംസ് ആണ് കൂടുതൽ. ഈ എലിമിനേഷൻ നടക്കുന്നത് ഗെയിംസിൽ ജയിക്കണവരും തോക്കണവരുടെ ഇത് വെച്ചിട്ടാണ് എലിമിനേഷൻ നടക്കുന്നത്. നമ്മുടെ ഹിന്ദി റോഡീസ് ഒക്കെ പോലെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആളുകൾക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ, ഓഡിയൻസിന് ഇഷ്ടം എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു പോയിന്റിൽ ടോക്സിക് ആവുന്നുണ്ട് മലയാളം. ഞാൻ പറയുന്നത് അതുകൊണ്ടാ ഞാൻ പറയാം, കുറെ ആൾക്കാരെ പിള്ളേരടക്കം കുറെ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന ഒരു ഷോ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈ ടോക്സിസിറ്റി ഒക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ എന്താ പറയാ, കുറെ ആൾക്കാർക്ക് കുറച്ച് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പിള്ളേർക്ക് വരെ ഇതാകുന്നതായതുകൊണ്ട് പറയാം, കുറച്ച് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും അവർക്ക്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയാം, ഇവര് കൊണ്ടുവന്ന ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, ഇവര് ഫസ്റ്റ് കൊണ്ടുവന്ന ആ ഒരു സാധനം തന്നെ ഞാൻ പറയാം, ഇപ്പോ ഈ ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവന്നില്ലേ, അത് കൊണ്ടുവന്നത് തന്നെ ഇത്രയും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ സപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് സംസാരിച്ചുള്ളൂ, ഈ ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി പല ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിലൊക്കെ അമ്മയ്ക്കൊക്കെ ട്രാൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോശമായിരുന്നു, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആളായിരുന്നു. അവിടെ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ കേട്ടോ. പക്ഷെ കഴിഞ്ഞ സീസണില് നാദിറ വന്നു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഓ നീ ഒന്ന് കേട്ടു നോക്ക്, പാവ അവളുടെ ഒരു അവസ്ഥ നോക്ക്, ഹോർമോൺ ചേഞ്ച് കൊണ്ടല്ലേ അവക്ക് അങ്ങനെ ഒരു, അതായത് ഒരു മെന്നിൽ നിന്ന് വിമണിലേക്ക് ഒരു ചേഞ്ച് വരാൻ തോന്നിയത്, എന്നിട്ട് അത്രയും സ്ട്രഗിൾ ഒക്കെ സഹിച്ച് വീട്ടുകാരൊക്കെ കൂടെ നിൽക്കേണ്ട ഒരു സമയത്താണ് ഇതൊക്കെ ചെയ്തത്, പാവം തോന്നും കേട്ടോ. ആ സീസണിലാന്ന് തോന്നുന്നു നാദിറ കുറെ വർഷങ്ങൾക്ക് ശേഷം അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ട എന്തൊരു സീനൊക്കെ വന്നത്. അപ്പൊ അമ്മ വന്നിട്ട് അമ്മ ലിറ്ററലി ഇരുന്ന് കരഞ്ഞു, അയ്യോ എനിക്ക് സന്തോഷമായെന്നും പറഞ്ഞ്. അപ്പം ഒത്തിരി മാറ്റങ്ങൾ വന്നു.
ഈവൻ മറ്റേ നമ്മുടെ റിയാസിന്റെ കേസ് വന്ന സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ട്രാൻസ് എന്ന് മാത്രല്ല, ഈ കുറച്ച് ഫെമിനൈൻ ആയിട്ട് നടക്കുന്ന ആൺകുട്ടികൾ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന ആൺകുട്ടികൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ചിലർക്ക് അയ്യേ ഇവനെന്താ ഇങ്ങനെ എന്ന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നിടത്ത് അവന് അതെ ബോഡി ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് ആദ്യത്തെ ഇതിന് മാറിയിട്ട് അവസാനമായ ആ എന്താ പറയാ സീസണിന്റെ ഒരു അവസാനമൊക്കെ ആയപ്പോഴേക്കും റിയാസിന് കിട്ടിയ ഒരു സപ്പോർട്ട് അതായിരുന്നു. കാരണം അതെല്ലാരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഒരാൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആൺകുട്ടികൾക്ക് ഫെമിനൈൻ ആയിട്ടുള്ള രീതി വരാം, അല്ലെ പെൺകുട്ടികള് ആൺകുട്ടികള് നടക്കുന്ന പോലെ ബോയ്ക്കട്ട് ചെയ്ത് നടക്കുക, അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുക, പിന്നെ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ലെന്നുള്ളതും കുറെ ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്സ് കൊടുക്കാൻ പറ്റും. ഇതൊന്നും അല്ലാതെ അടി മാത്രമാണ് ഇവര് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ കൂട്ടുവാണെങ്കിൽ എന്റർടൈൻമെന്റ് വാല്യൂ കൂട്ടാം. കാരണം റിയാസിന്റെ ഒരു മേക്ക് ഓവർ സാധനം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എന്തോ അമ്മ ഇങ്ങനെ റാൻഡം ആയിട്ട് കണ്ടു. അപ്പൊ എന്നെ കാണിച്ചിട്ട് നോക്കണേ എന്ത് രസമാ റിയാസ് മേക്കപ്പ് അത് സപ്പോർട്ട് ചെയ്യണോട്ടോ. പുള്ളിയുടെ മേക്കപ്പ് സ്കില്ല് ഒരു അടിപൊളി സാധനം. എന്ത് ഭംഗി അവനെ തന്നെ മേക്കപ്പ് ചെയ്തേക്കണ കാണാൻ എന്ത് രസമാ കാണാൻ. ഇതാ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കൊച്ചല്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പൊ ഒരുപാട് പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് പേര് കാണുന്ന പെർസ്പെക്റ്റീവ്സ് ഒക്കെ മാറി ട്രാൻസ്മെന്റ്, ട്രാൻസ്ജെൻഡർ, ഗേസ്, ലെസ്ബിയൻസ് അങ്ങനത്തെ വേരിയൻസ് ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. ഈ ഷോ കൊണ്ടാണ് അതൊക്കെ വന്നത്. കാരണം നമ്മളിപ്പം ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതർ ജെൻഡേഴ്സ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ഉള്ള കൺസെപ്റ്റ് നമ്മുടെ ഡിജിറ്റൽ കണക്ടിവിറ്റി കൂടുതലായിട്ട് നമുക്കത് കണക്ട് ആവും. ഒരു സാധാരണക്കാരൻ നിലയിലുള്ള പറഞ്ഞ് ആ ബിഗ് ബോസിലൂടെയാണ് ഇങ്ങനത്തെ ഉണ്ടെന്നും ഇതിന്റെ കാര്യങ്ങൾ ഓഡിയൻസിലേക്ക്, അതായത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതിലും ഒരു വൈഡർ ഓഡിയൻസ് ഇപ്പോഴും ടിവിയില് ഈ എഡിറ്റഡ് എപ്പിസോഡ് കാണുന്നുണ്ട്. അത് നമ്മള് ഫോൺ യൂസ് ചെയ്യണ ഇപ്പം നമ്മൾ വിചാരിക്കും എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടല്ലോ. പക്ഷെ ഈ ഫോൺ ഉള്ളതില് ഒരു പെർസെന്റേജ് ആളുകൾ മാത്രമാണ് ഈ ഫോണിനെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രല്ല നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് നമുക്ക് ഫീഡ് വരും. ആ സാധനം ഒന്നും ചിലപ്പോ ഈ പ്രായമായ ആൾക്കാർക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ അച്ഛന്മാർക്കോ അത് കിട്ടണമെന്നില്ല. അപ്പൊ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ ടിവിയാണ്. അതുവഴി വരുന്ന സാധനം. കഴിഞ്ഞ ദിവസേ ഞാനൊരു റീല് കണ്ടു. ബിഗ് ബോസിനെ ബേസ് ചെയ്തിട്ടുള്ള റീലാട്ടോ. ഒരു സാധാരണ ഒരു കുടുംബം. അപ്പൊ അവിടെ അവരുടെ മുത്തശ്ശി 1000 TV വൈകുന്നേരം TV കാണുക. അപ്പൊ പുള്ളിക്കാരി ഇരുന്ന് ബിഗ് ബോസ് കാണുക. അപ്പൊ മകൻ വീട്ടിൽ കയറി വന്നപ്പോഴത്തേക്കും പണ്ടാര വീട്ടിൽ വന്നാലും ഈ പരിപാടിയാണല്ലോ എന്നും പറഞ്ഞ് പുള്ളി വേഗം മുറി കയറി ഇരുന്ന് കഥ അടയ്ക്കുന്നു. പിറ്റേ ദിവസം പണി കഴിഞ്ഞ് വരുമ്പോ പുള്ളിയുടെ അമ്മ ഇരുന്ന് കാണുന്നു. അതിന്റെ പിറ്റേന്ന് ഭാര്യ, അതിന്റെ പിറ്റേന്ന് സഹോദരങ്ങള്, പിന്നീട് കാണുന്നത് പുള്ളിയുടെ മക്കള്. ലാസ്റ്റ് പ്രോഗ്രാം തീരാറായി കഴിഞ്ഞപ്പോ പുള്ളി വരെ വന്നിരുന്ന് കാണുക. അപ്പൊ അതിന്റെ സെൻസിൽ പറയുന്നത് എല്ലാ ജനറേഷനിലും പറ്റുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയൊരു ഷോയാണ്. എല്ലാവർക്കും ഇത് കാണാം, എല്ലാവർക്കും ഇത് ആസ്വദിക്കാം. അപ്പൊ ഇഷ്ടമല്ലാത്തവർ വരെ ഈ ഒരു സാധനം എവിടെയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടി ഒന്ന് എത്തി നോക്കും. ആ എത്തിനോട്ടത്തില് അവർക്ക് അത് ഇഷ്ടപ്പെടും. അപ്പൊ ഈ കുറച്ച് സാധനം കാണുമ്പോ ഉള്ള ഒരു എന്താ പറയണ്ടേ, കുറച്ച് ഒരു എഡിറ്റഡ് എപ്പിസോഡ് കാണുമ്പോഴായിരിക്കും ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ആണല്ലോ പരിപാടി നടക്കണേന്ന് അവരപ്പൊ അത് അന്വേഷിച്ചു പോകും. ഇച്ചിരി ഈ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന്റെ ആയിരിക്കും ഈ സീരിയലുകളും ഇങ്ങനത്തെ ഷോസ് ഒക്കെ കാണുന്നത്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു സമാധാനത്തിനായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഷോ കാണുന്നത്. അപ്പൊ അവിടെയും ഇങ്ങനെ കുറെ റിയലൈസേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഷോ കൊണ്ട് ഗുണങ്ങളുണ്ട്. ബിഗ് ബോസ് കാണുന്ന കാര്യം പറഞ്ഞപ്പം നമ്മളുടെ ഫീഡ് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ആണെങ്കിലും യൂട്യൂബിന്റെ ആണെങ്കിലോ ഫീഡിൽ കണ്ടന്റ് തന്നെ. ഇപ്പം ഞാൻ വീട്ടിൽ ചെല്ലുമ്പം അമ്മയുടെ ഇൻസ്റ്റാഗ്രാം ഫീഡ് എടുത്ത് അമ്മയ്ക്ക് അമ്മയുടെ ഇൻസ്റ്റാഗ്രാം ഫീഡ് നേരത്തെ ഒക്കെ കുക്കിംഗ് വീഡിയോസ് ഓരോ സീസൺ അനുസരിച്ച് കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിന്റെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ ബിഗ് ബോസ് ടൈമിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ അറിയാം മൊത്തം ബിഗ് ബോസിന്റെ ഫീഡ് വരുമ്പോ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഫീഡ് തന്നെ മാറിപ്പോണ്ട് ഓരോ സീസൺ വരുമ്പോഴനുസരിച്ച്. ഇപ്പൊ കാണുന്ന മാത്രല്ല കേട്ടോ, എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ബിഗ് ബോസ് കയറി വരും. ബിഗ് ബോസിന്റെ സീസണായ നമ്മൾ കാണുന്ന ഇൻട്രസ്റ്റ് മാത്രം വെച്ചിട്ടല്ല എല്ലാവർക്കും. നമ്മുടെ ഫീഡ് എന്ന് പറയുന്നത് ഇപ്പൊ PR വർക്ക് ആണെങ്കിലും അതിനനുസരിച്ച് ഓരോ പബ്ലിക്കേഷൻസിന്റെ അല്ലെങ്കിൽ ഓരോ ഈ പ്രൊമോഷൻ ചാനലിന്റെ ആണെങ്കിലും ഫീഡ് ഓട്ടോമാറ്റിക്കലി അൽഗോരിതം മാറി വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇൻഫ്ലുവൻസ്ഡ് ആണ് ഞാൻ പറഞ്ഞത്.
നമ്മുടെ യൂട്യൂബിലാണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഈ ഫീഡ് മാത്രല്ല അതിന്റെ ഉള്ളിൽ വരുന്ന ചില ഡയലോഗുകളൊക്കെ ജാൻമണിയുടെ ഡയലോഗുകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് അത് വൈറലായി എല്ലാ രീതിയിലും എവിടാണെങ്കിലും മാച്ചായി പോകുന്ന രീതിയിൽ അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പുതിയതായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുന്നു. ഇനി ഇവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ചങ്ക് ഹോസ്റ്റലിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അതിനാളുകളോട് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഓഫീസിൽ അത് ഞാൻ കണ്ടായിരുന്നു. പുതിയ ഓഫീസിൽ ജോയിൻ അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ പോയ എല്ലാത്തിലും എല്ലാ രീതിയിലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് ന്യൂലി വെഡ് കപ്പിൾസ് ഒക്കെ എനിക്ക് എന്നോട് നിക്കാൻ പറ്റില്ല. പെൺകുട്ടികൾ ഇനി വിളിക്കാൻ പറ്റില്ല. എല്ലായിടത്തും എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഇത്രയും വർഷം ആളുകളുടെ കൂടെ എനിക്ക് നിക്കാൻ പറ്റത്തില്ല, എനിക്ക് വീട്ടില് പോണം എപ്പോട്ട് വേണമെങ്കിലും. അതുപോലെ മറ്റേ എന്താ പറയണ്ടേ, ഈ പറഞ്ഞ ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ ശരിയാ പേള് വരട്ടിട്ടുണ്ട്, എല്ലാരും ഇടുന്നുണ്ട്. പിന്നെ അത് ഒരു പുള്ളിക്കാരി ഇന്ന് ബിഗ് ബോസ് തന്നെ കാണിച്ചതാ. കൊച്ചിന്റെ സൈക്കിളിൽ കേറി ഇരുന്നിട്ട് വായി കിട്ടിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് പറയാ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പോയ ആളാണ്, എനിക്കിത് പറയുമ്പോ മാലയുടെ ആ സാധനം വന്നെ ഞാൻ പൊട്ടനാ ആ ഒരു ലാംഗ്വേജ് സ്റ്റേജിൽ കൊണ്ട് നിർത്തി അപമാനിച്ചു വിട്ടിട്ട് അതാണ് ശരിക്കും സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ സ്റ്റേജില് ബിഗ് ബോസ് ലാലേട്ടൻ എല്ലാം കൂടെ കൂടിയിട്ട് കളിയാക്കി ഇട്ടൊക്കെ ഉണ്ടായിരുന്നു ജാൻമണിനെ. എനിക്ക് റീല് ചെയ്ത് എനിക്ക് അത്രയ്ക്ക് തോന്നിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ബിഗ് ബോസിന്റെ അകത്തെ എഡിറ്റ് ക്ലിപ്സ് കാണിച്ചല്ലോ, ജാൻമണി ഊളായിട്ടിരിക്കുന്ന സാധനം തന്നെ അതിനകത്ത് പലതും നമുക്ക് എന്താ പറയണ്ടേ, അത് ഇങ്ങനെ എല്ലാവരുടെയും കാണിക്കാറുണ്ട്. നല്ലൊരു ഫേസ് ഉള്ളത് കാണിച്ചിട്ട് പിന്നെ മോശമുള്ള സാധനങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ ജാൻമോണിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരിക്ക് കാണിക്കാനും മാത്രം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ നമുക്ക് വേറെ ആളുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നില്ല. പക്ഷെ ഇവരുടെ എന്ന് പറയുമ്പോ നമുക്ക് തന്നെ ഭയങ്കര കോമഡി ആയിട്ട് കാണിച്ചു കൂട്ടിയതൊക്കെ അങ്ങനെ. അതെ അതെ, നോറ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് ജിൻഡോ ചേട്ടനും ജാൻമണി ചേച്ചിയാണ്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല, ഇവർക്ക് എപ്പോഴും പ്രിവിലേജസ് ആണ്, ഇവരാരും ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ ക്യാപ്റ്റൻസിയിലാണെങ്കിലും പവർ ടീം ചെയ്തിരുന്നത് ഒരു കാര്യം ജാൻമണിനെയും ജിൻഡോനെയും വെളുപ്പിക്കാം. അവരുടെ ഓപ്പോസിറ്റ് ആരും സംസാരിക്കാതെ നോറനെ പറഞ്ഞ് ാണെങ്കിൽ പോലും നോറയ്ക്കെതിരെ സംസാരിച്ചു തുടങ്ങിയപ്പം അപ്പൊ പോസ് നിർത്തുന്നു, സമ്മതിക്കുന്നില്ല. അതെ, അത് കാണിച്ചത് അത് ട്രോളായിട്ട് വന്നേ. നോറ സംസാരിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും കൊരങ്ങാന്ന് വിളിച്ച് വരുമ്പോഴത്തേക്കും സിബിൻ അത് ശരണ്യയുടെ അടുത്താ പറയുന്നതെന്ന് തോന്നുന്നു. ശരണ്യയുടെ അടുത്ത് പറഞ്ഞോണ്ട് വന്നപ്പോഴത്തേക്കും സിബിൻ വന്നിട്ട് പോസ് പറയുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു സെന്റിമെന്റൽ മ്യൂസിക് ഒക്കെ കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് ലാലേട്ട വന്നു കഴിഞ്ഞപ്പോ ശരണ്യയുടെ അടുത്ത് അന്നേരം പറയണായിരുന്നു, ഇപ്പൊ പറയണ്ട. പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ എന്തോരം ബിഗ് ബോസിനെ പറ്റി പറയാനുള്ളത് തീരത്തില്ല. ഈ ഒരു ഷോ തീരുന്നോടെ വരെ നമുക്ക് പെരല് പോലെ കണ്ടന്റാ. ഇപ്പൊ കണ്ടന്റിന് ബിഗ് ബോസ് തന്നെ ഒരു വലിയൊരു കണ്ടന്റാ. കാരണം നമുക്കിനി ഈ പറഞ്ഞ 45 ഡേയ്സ് ബിഗ് ബോസ് എത്തി, 50 ദിവസം ഇനി 55 ദിവസം നമുക്ക് ഷോ ഉണ്ട്. നമ്മൾ പറയാനാണെങ്കിൽ ഇനി വരാനുള്ള ദിവസങ്ങളിലാണെങ്കിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞത് തീരില്ല. ഓരോ ദിവസം പറയാനാണെങ്കിൽ ഇപ്പം ഒരു ദിവസത്തെ എപ്പിസോഡ് തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇപ്പം അടുത്ത കാഷ്വൽസ് ആയിട്ട് വന്നേടം വരെ നമുക്ക് നിർത്തിയാലോ ഇന്നത്തെ. വയനാട്ടിലെത്തിയ കാരണം എനിക്ക് ഭയങ്കര ജലദോഷവും കാര്യങ്ങളൊക്കെയാ. ഇവിടത്തെ കാലാവസ്ഥ ഞാനും അങ്ങ് അഡ്ജസ്റ്റ് ആവുന്നില്ല, മറിച്ചായി പോകുന്നില്ല. അപ്പൊ അടുത്തതായിട്ട് വരുന്നവരെ ബൈ.